ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എന്താ ചെയ്യാൻ പോണെന്നറിയോ? നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബോക്സിൽ കുറേ വേസ്റ്റും കച്ചറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ അതേ ഈ ബോക്സിലാണ് കേട്ടോ കുറേ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ആദ്യമായിട്ട് ചെയ്യാനുണ്ട് ഞാൻ. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ മീനിൻ്റെയൊക്കെ ഒരു ബോക്സില്ലേ, മീൻ ഫിഷിംഗ് ബോട്ടിൽ മീനൊക്കെ എടുക്കണ ടൈപ്പ് ആ ബോക്സാണിത്. അപ്പോൾ ആ ബോക്സിൽ ഞാൻ കുറേ വേസ്റ്റ്, ഇവിടെ നമുക്ക് ആകെ ഒരു മാവുണ്ട്, അതിൻ്റെ മാവിൻ്റെ ഇലകൾ വീഴുന്നതും പിന്നെ അല്ലാണ്ട് കുറച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ കാര്യങ്ങൾ, നമ്മൾ അങ്ങനത്തെ കുറച്ചധികം വേസ്റ്റുകൾ, എല്ലാ സംഭവങ്ങളും കച്ചറകൾ, കാർഡ്ബോർഡ്, കടലാസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലിട്ടിട്ട് വെച്ച്. അപ്പോൾ എനിക്ക് ആയി കിട്ടുമോ എന്നുള്ളതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് നോക്കിയപ്പോഴത്തേക്കും ഇലകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മുകളിൽ ഈ ഇടയ്ക്ക് ഇട്ട ഇലകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇട്ടതൊക്കെ പൊടി പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട, പൊടിഞ്ഞ് നല്ല മണ്ണായി, നമുക്ക് മണ്ണ് പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ട ഈ മണ്ണുകൾ നമുക്ക് വേറെ ചാക്കിലേക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ട നല്ല അടിപൊളി മണ്ണായി. ഇതിനി ഒരു വേറെ പ്ലാസ്റ്റിക് കവറിൽ, ഇതിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഞാൻ നിറക്കാൻ പോകണം, നിറച്ച് കെട്ടി വെക്കും. അപ്പോൾ ഇതല്ലെങ്കിൽ ഒരു ചൂടായിരിക്കും, ഇതിങ്ങനെ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞിട്ട് ചൂടായി കിടക്കണേയിരിക്കും. അപ്പോൾ അതൊന്ന് ആ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ച് നമ്മളിനി ചെടികൾ നടുമ്പോൾ അതിൽ ഇതും കൂടി മിക്സ് ചെയ്യാം. നമുക്ക് മണ്ണില്ലെങ്കിലും കുറച്ച് മണ്ണുണ്ടെങ്കിൽ അതിനകത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി വളമായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. ഇതിന് ഈ മുകളിലെ ഇലകൾ മാറ്റിയിട്ട് അടുത്ത കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കാം. എന്താ, അപ്പോൾ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കട്ടെ. ഈ കമ്പോസ്റ്റ് അടിപൊളിയാണ്, ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് വളം മേടിക്കുന്നതിന് പകരം വേണ്ട, ഇതിൻ്റെ അടിയിൽ ഫുള്ളും മണ്ണ് പോലെയാണ്. വേണ്ട, അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിലുള്ള അലിയാത്ത കുറേ ഇലകൾ, ഞാൻ ഈ ഇടയ്ക്ക് ഇട്ട ഇലകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇത് കാണാൻ നല്ല അടിപൊളി മണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളിട്ട ഇലകളും വേസ്റ്റുകളും മാത്രമാണ് ഈ പൊടിഞ്ഞ് ഇങ്ങനെ അയക്കണം. അപ്പോൾ ഇത് ആദ്യം ഒരു സഞ്ചിയിലേക്ക് 2 സഞ്ചിയിലായിട്ട് ഞാൻ മാറ്റി വെക്കാൻ പോകണേ. അപ്പോൾ അതേ നമുക്ക് ഇതിൽ നിന്ന് ഒരു സംഭവത്തിനെ കിട്ടിയത് കാണിച്ചു തരാമായിട്ട് ഞാൻ കണ്ട മണ്ണിര, നമ്മുടെ വളങ്ങളൊക്കെ പൊടിഞ്ഞ് ഇതുപോലെ പരുവത്തിലാക്കി നമ്മുടെ മണ്ണിര ചേട്ടനെ കിട്ടി. അപ്പോൾ അത് ഞാൻ ഒരു സഞ്ചി നിറഞ്ഞു. കണ്ടോ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഹാപ്പിയുണ്ട് ഞാൻ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ അത് 2ാമത്തെ സഞ്ചി നിറക്കണം കേട്ടോ. അപ്പോൾ ബാക്കി വന്ന വേസ്റ്റുകൾ, അതായത് ബാക്കിയുള്ള ഇലകൾ, ആ പൊടിയാത്ത സംഭവങ്ങൾ ഞാൻ വീണ്ടും ആ ബോക്സിലോട്ട് നിറക്കണം കേട്ടോ. നമ്മൾ അടുത്ത കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാനുള്ളത് മാറ്റി വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി വന വേസ്റ്റുകൾ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ വീണ്ടും ബോക്സിലേക്ക് നിറച്ച്. അപ്പോൾ എനിക്ക് 2 സഞ്ചി നിറച്ചും നമ്മുടെ വളം കിട്ടിയിട്ടുണ്ട്. കണ്ട അടിപൊളിയല്ലേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കൂടുതൽ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കൃഷിയും കാര്യങ്ങളും ചെടികളൊന്നും നടാൻ പറ്റാറില്ല, ഫ്രണ്ടിലൊന്നും തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതേ ബാക്കി വന്നതൊക്കെ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബോക്സിൻ്റെ സ്ഥാനം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് വീടിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അവിടെ കൊണ്ട് വെക്കാമെന്ന് ഓർത്തിട്ടോ. അപ്പോൾ അത് ആ ഗ്യാപ്പിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ മഴ പെയ്ത വെള്ളമൊക്കെ വീണാൽ പണിയാവും, അതുകൊണ്ട് നല്ലോണം അടച്ചു വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇതുപോലെ കണ്ടാൽ നമുക്കുള്ള ഇലകളും ഈ ചെടികളൊക്കെ ചീഞ്ഞ് നമ്മൾ മാറ്റുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിട്ടോ. എല്ലാ വേസ്റ്റും നമുക്ക് ഇടാം, മീനിൻ്റെ വേസ്റ്റ്, അങ്ങനെ പലതും, ഫുഡ് വേസ്റ്റ്, നമ്മൾ കളയണ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല സേഫായിട്ട് അടച്ചു വെക്കണുണ്ട്. ഞാൻ ഈ ബോക്സിൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 മാസം ആയിട്ടാണ്. ഞാനിപ്പോൾ ഇടക്കിടക്ക് തുറന്ന് നോക്കും. അപ്പോൾ എന്താ, അരിഞ്ഞിട്ടില്ല ഇലകളും ഞാനിട്ട വേസ്റ്റുകളും അതേപടി കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് സെറ്റ് ആവില്ലായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ചും കൂടി നോക്കിയിട്ട് എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോഴാണ് എന്ത് കാര്യം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്കത് റെഡിയായി കിട്ടും. അപ്പം ഞാൻ എടുത്ത് വെച്ച ബാക്കിയുള്ള നമുക്ക് കിട്ടിയ കമ്പോസ്റ്റ് വളമില്ലേ, അത് ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്, റോഡിന് നേരെയുള്ള വഴിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷെ നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ട് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുമ്പോഴൊരു സന്തോഷമില്ല. അത് തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അതിനുവേണ്ടി കാത്തിരുന്ന് അതെന്തായാലും അതിൽ റിസൾട്ട് കിട്ടും. അപ്പം ഇനി ചെടിച്ചട്ടിലൊക്കെ സെറ്റാക്കി ചെടികൾ നട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.